വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇറ്റലിയുടെ വിശേഷങ്ങളാണ്. ഇറ്റലിയിലാണ് നമ്മൾ. അപ്പം രാവിലെ തന്നെ നല്ല മഴയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയെല്ലാം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെയും നല്ല മഴ തന്നെയാണ്. അപ്പം നമ്മൾ ഇനിയും നമ്മളൊരു പോയിന്റ് കാണാനായിട്ട് പോവുകയാണ്. അപ്പം അങ്ങോട്ട് ബസ് പോകത്തില്ല, അതുകൊണ്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുകയാണ്. അപ്പം ഇറ്റലിയിലെ റോഡുകളൊക്കെയാണ്. അപ്പം കുറച്ച് നടന്നതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു പോയിൻറ്റിലോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ആ പോയിൻറ്റ്, ലേക്ക് കോമോ. അതിനടുത്ത് തന്നെ ഒരു മ്യൂസിയമുണ്ട്, വോൾട്ടാനോ മ്യൂസിയമുണ്ട്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടിന് സംബന്ധിച്ചാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പം മഴ കാരണത്താൽ നമുക്കധികം ഇങ്ങനെ നടന്ന ഫോട്ടോസൊന്നും എടുക്കാനും പറ്റിയില്ല. അപ്പം ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഓടിച്ചെല്ലാം ഒന്ന് കണ്ടു. പിന്നെ കുറച്ച് പേര് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള ടൈം ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പം ഇത്രയും ദിവസം നമുക്ക് ഇവർ ഫുഡ് അറേഞ്ച് ചെയ്തത് ഉച്ചയ്ക്കത്തെ നോർത്ത് ഇന്ത്യൻ ഹോട്ടൽ തന്നെയായിരുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നമുക്ക് അറേഞ്ച് ചെയ്തത്. ഇന്നെന്തോ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊരു അവസരം കിട്ടി. അപ്പം ബർഗറും ചിക്കൻ്റെ പല ഐറ്റംസും പിന്നെ പൊട്ടോ ക്രിപ്സും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്, അതിൻ്റെ കൂടെ ജ്യൂസും കാര്യങ്ങളും. അപ്പം ഇവിടുത്തെ ചിക്കൻ്റെ പല പേരുകളൊക്കെ ഇവർ പറഞ്ഞ് എന്തൊക്കെയോ ഡിഷസിൻ്റെ. അപ്പോൾ എനിക്കതൊന്നും പേരൊന്നും അന്നേരം പറഞ്ഞു കേട്ടതേ ഉള്ളൂ, പിന്നെ അതങ്ങ് മറന്നുപോയി. അപ്പം വീണ്ടും നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, മഴ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പം നെക്സ്റ്റ് പോയിൻ്റായ നമ്മുടെ ഇറ്റലിയിലെ പിസ ടവറിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 183 ഫീറ്റ് ഉയരത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പം ഇതൊരു ചരിഞ്ഞ ഗോപുരമാണ് പിസ ടവർ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 1173 സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഫിനിഷ് ആയത് 200 വർഷങ്ങളെടുത്ത് ഇതിന്ന് കൺസ്ട്രക്ഷൻ തീർക്കാനായിട്ട്. അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ എല്ലാം കാണുന്ന എല്ലാം ചർച്ചുകളാണ്. ഇവിടെയൊക്കെ കയറണമെങ്കിൽ നമുക്ക് പൈസ എടുക്കണം. അപ്പം വീണ്ടും നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചു. നെക്സ്റ്റ് യാത്ര തുടങ്ങുമ്പോൾ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ ഓൾ.